അപ്പോൾ നമസ്കാരം. ഞാൻ നിൽക്കണതേ കൊളങ്ങാട്ടുകര, എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിൽ ആവണൂർ പഞ്ചായത്തിൽ കൊളങ്ങാട്ടുകര, ചുലുശ്ശേരി വില്ലേജ്. ഈ കാണുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോഡ്കാസ്റ്റിംഗ് യൂണിറ്റാണ്. അതായത് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന കേരളത്തിലൊരു സ്ഥലം. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംരംഭം ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഏതായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ അതിക്രമിച്ച് കിടക്കുന്നത് ശിക്ഷാർഹമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ കിടക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനോട് ഉള്ളൊരു അയൽവാസി കാരണം ഇങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിക്കണം. പ്രശ്നങ്ങളുണ്ടാവില്ലെന്ന് വിചാരിക്കാം. ഏതായാലും നമുക്ക് മുമ്പിലേക്ക് പോവാം. പോസ്റ്റ് വാർത്തിട്ട് കോൺക്രീറ്റ് പോസ്റ്റ് വാർത്തിട്ട് വെള്ളത്തിൽ കൊണ്ടുവന്നിരും. ഇതാണത് വാർത്തതെല്ലാം. ഈ കാണുന്ന ഇത് മുഴുവൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളതാണ്. എത്ര ദിവസം ഇടുന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാനിതിനുള്ളിലേക്ക് ചുമ്മാ കയറിയത്. ഇതാണ് പോസ്റ്റ് വാർക്കുന്ന സ്ഥലം. കമ്പി കണ്ടില്ലേ, കമ്പി ഇതിലാണ് വാർത്തിട്ട് പോകുന്നത്. ഇത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കേരളത്തിൽ ആകെ 2 ഉള്ളൂ ഇതുപോലെ പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇവിടെയാണ്, ചൂലുശ്ശേരി, തൃശ്ശൂർ ജില്ലയിൽ ചൂലുശ്ശേരി വില്ലേജിൽ, ഞങ്ങളുടെ ആവണൂർ പഞ്ചായത്തുള്ള പോലെ. ഇതിപ്പോൾ അടുത്തിടെ ആണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. നമ്മുടെ സേവ്യർ ചിറ്റലപ്പള്ളി MLA അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വഴിയാണ് രണ്ടാമത് ഈ പ്രൊജക്റ്റ് തുടങ്ങണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ ഈ വർക്ക് തുടങ്ങിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാണ്. ഇതുപോലെ പോസ്റ്റിനുള്ളിൽ കമ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ഇതിലൊരു കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുക. അവിടെ അപ്പുറത്ത് അതുപോലെ തന്നെ ഇവിടെ ഒരു സബ് സ്റ്റേഷൻ വരുന്നുണ്ട്, 33 kV സബ് സ്റ്റേഷൻ. അത് ഈ ലൊക്കാലിറ്റിയിലാണ്. അത് ഇവിടെയാണ് അത് വരുന്നത്. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തറക്കല്ലിടാൻ വിദ്യുശക്തി മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ MLA ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രോഗ്രാം ഇവിടെ ഉണ്ടായത്. ഈ ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. അതായത് 33 kV സബ് സ്റ്റേഷൻ വരുന്നത്. അതായത് നമ്മുടെ ഈ വില്ലേജിൽ, അതായത് തൃശ്ശൂർ താലൂക്കിൽ ചൂലുശ്ശേരി, പോട്ടൂർ ഇങ്ങനെ ഉള്ള ഏരിയയിലാണ് കൂടുതൽ അർബനൈസേഷൻ വന്നിട്ടില്ല. അപ്പോൾ ശരിക്കും വോൾട്ടേജിനൊക്കെ ക്ഷാമമുണ്ട്. വേനൽക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ പലപ്പോഴും ഡ്രിപ്പാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സബ് സ്റ്റേഷൻ വരുന്നതോടുകൂടി അതിനൊക്കെ ഒരു പരിഹാരമാവുമെന്ന് വിചാരിക്കുന്നു. അതും ഇതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ വടക്കാഞ്ചേരി MLA സേവ്യറേട്ടൻ്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കാലങ്ങളായി കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയതും അതിന് മുന്നിട്ടിറങ്ങിയതൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു. നാട്ടുകാരുടെ ഇടപെടലുണ്ടായി, ഒപ്പം തന്നെ അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങി. ഏതായാലും ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഡെയിലി പോസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇത് പോസ്റ്റ് കയറ്റി കൊണ്ടുപോകണ ലോറിയാണ്. ക്രെയിൻ വെച്ചിട്ടൊക്കെ കയറ്റുക. ഞാനത് കാണാൻ നേരിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലോഡിങ് ഇല്ല എന്നവർ പറഞ്ഞു. ഇവരാണ് കൊണ്ടുപോവുക. 35 ടണ്ണ് വരെ ലോഡിൽ കയറ്റുന്നവർ പറഞ്ഞു. ഈ കാണുന്നതാണ് സിമെൻറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഗോഡൗണാണത്. ഇത് ശരിക്കും 1978 എൻ്റെ മുത്തശ്ശൻ ഈ സ്ഥലം ഇലക്ട്രിസിറ്റി ബോർഡിന് കൈമാറിയതായിരുന്നു. അങ്ങനെയാണ് 1981 ഇവിടെ ആദ്യം ഈ പോഡ്കാസ്റ്റിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അത് പണിക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളോട് ജോലി ചെയ്തിരുന്നു. അതിനുശേഷം 2000-2001 കാലഘട്ടത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം പൂർണ്ണമായിട്ട് കമ്പനി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ നിന്നു. പിന്നെ ഒരു 20 വർഷത്തോളം എന്ന് പറയാം, 2020 വരെ ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മുടെ 2021 ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ MLA സേവ്യർ ചിറ്റലപ്പള്ളി ഇവിടുത്തെ MLA വരലും അദ്ദേഹത്തിനോട് നാട്ടിലുള്ള ആളുകൾ ഈ കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചു.
അങ്ങനെ അദ്ദേഹം ഈ സ്ഥലം വന്ന് കണ്ട് വീണ്ടും കേരള വിദ്യുച്ഛക്തി ബോർഡിൽ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ രണ്ടാമത് ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് രണ്ടാമതൂടെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും 2-3 ലോഡൊക്കെ വെച്ച് ഇവിടുന്ന് പോകുന്നതാണ്. ഇനി അതുപോലെ തന്നെ സബ്സ്റ്റേഷൻ വരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലെ അവണൂർ പഞ്ചായത്തിലൊരു ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള വലിയൊരു സ്ഥാപനം എന്ന് പറയാം. ഏകദേശം 4.5 ഏക്കറോളം സ്ഥലമുണ്ട്. ഇത് 4.5 ഏക്കറുടെ മുകളിൽ സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ സബ്സ്റ്റേഷൻ വരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ എന്തൊക്കെയോ സെൻട്രലൈസർ എന്തൊക്കെയോ ഓഫീസൊക്കെ ഇവിടെ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഭാവിയിൽ. മൊത്തം അനക്കവും. ഇതിനോട് തൊട്ടപ്പുറത്താണ് എൻ്റെ സ്ഥലം. ഇതിപ്പോൾ എൻ്റെ പഴയ പറമ്പാണ് ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്ത്. എൻ്റെ വീട് അവിടെയാണ്. എൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഇതിനുള്ളിലേക്ക് സ്ഥിരം അന്ന് 80-82 ഞാനൊരു 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇവിടെയൊക്കെ ഇതിനുള്ളിലൂടെയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള വാച്ച്മാൻമാരുണ്ട്, പിന്നെ ചില എഇമാർ, ഞങ്ങളുടെ ഇവിടെ ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെ ആയിട്ടാണ് വളരെ പരിചയമായിരുന്നു. പിന്നീട് ആരും ഇല്ലാതെയായി, അടച്ചുപൂട്ടി പ്രേതാലയം പോലെ കിടന്നു. പിന്നെ രണ്ടാമത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോവാം. ഇതാ കാണുന്നതാണ് എൻ്റെ വീട്. എൻ്റെ തൊട്ട് പുറത്ത് അതാണ് എൻ്റെ വീട്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ കുളങ്ങാട്ടര സെൻറ്ററിലേക്ക് എത്തും. ഇതെൻ്റെ വീടിൻ്റെ പഴയ വീട്ടിലേക്ക് പോകാനുള്ള, പണ്ടത്തെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയത്. കാട് പിടിച്ച് കിടക്കുക. പുല്ല് വെട്ടാൻ ആൾ വന്നിട്ടില്ല. വന്നു, ഒരു ദിവസം വന്നു, കുറച്ച് വെട്ടിപ്പോയി. ഇപ്പോൾ പറമ്പിനുള്ളിൽ കുറച്ചൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗമൊക്കെ വെട്ടാനുണ്ട്. 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. ചുമ്മാ ഒരു വീഡിയോ ഇട്ടു, നമ്മുടെ നാട്ടിലുള്ളൊരു സംഭവം പറയാനല്ലോ, അതിനൊരു വീഡിയോ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ കുളങ്ങാട്ടരക്കാരും നമ്മുടെ അവണൂരുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നാട്ടിലിങ്ങനൊരു സംരംഭം ഗവൺമെൻറ്റിൻ്റേതായിട്ട് രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട്. സബ്സ്റ്റേഷൻ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയട്ടെ. അപ്പോൾ ശരി, ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബായ്.